ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജ്, ആ തഫ്സീറുൽ കബീറിന്റെ 10-ാം വാല്യം 130-ാമത്തെ പേജിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങളും പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. ഇതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. വഅന്നഹും ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് പാപം ചെയ്തു പോയവർ വന്നാൽ ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹീഹി, അല്ലാഹു റസൂലും വഹീ കൊടുത്ത് നബിയുമാക്കിയ മഹാനായ വലിയ പ്രത്യേകത അടുക്കലാ വരുന്നത്, അല്ലാഹു പറഞ്ഞേച്ച അടുക്കലാ വരുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, ആ നബിയെ അല്ലാഹു തആല അവന്റെ ഇടയിലും അവന്റെ സൃഷ്ടികളുടെ ഇടയിലും മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വമൻ കാന കദാലിക, അങ്ങനെയുള്ള ഒരു മധ്യവർത്തിയാവുമ്പോ ഫൈനല്ലാഹ ലാ യറുദു ശഫാഅതഹു, നബിയുടെ റെക്കമെൻഡ് ഒരിക്കലും അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറയണമെന്ന് പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ അതേ 130-ാമത്തെ പേജിൽ 10-ാം വാല്യം 130-ാം പേജിലും ഇത് തന്നെ രേഖപ്പെടുത്തുന്നു. ഇനി ഇമാം റാസി ഇസ്തിഗാസക്കെതിരാണെന്നൊന്നും പറഞ്ഞു വെറുതെ വിവരക്കേട് പറയണ്ട.